കാനായിലെ വിവാഹ വിരുന്നിലെ യേശുവിന്റെ ആദ്യ അത്ഭുതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി. 3-ാം നാൾ ഗലീലയിലെ കാനായിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും അവന്റെ ശിഷ്യന്മാരെയും കല്യാണത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. വീട് മുഴുവൻ സന്തോഷവും ആഘോഷവും നിറഞ്ഞിരുന്നു. അതിഥികൾ വിരുന്നിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ സമയം ചിലവഴിച്ചു. അങ്ങനെ വിരുന്ന് നടക്കുന്നതിനിടയിൽ വീഞ്ഞ് പോരാതെ വന്നു. അന്നത്തെ കാലത്ത് വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീരുന്നത് വലിയ അപമാനമായി കണക്കാക്കിയിരുന്നു. ഇത് ശ്രദ്ധിച്ച യേശുവിന്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിലെന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ യേശുവിന്റെ അമ്മയ്ക്ക് അവനിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അവൾ സേവകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിനായുള്ള ആചാരപ്രകാരം 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ പാത്രത്തിലും 2-3 പറവീതം വെള്ളം കൊള്ളുമായിരുന്നു. യേശു അവരോട് പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ വക്കോളവും നിറച്ചു. ശേഷം യേശു പറഞ്ഞു, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോകുവിൻ. അവർ അത് കൊണ്ടുപോയി. വിരുന്നുവാഴി വെള്ളം വീഞ്ഞായതായി അറിയാതെ അത് രുചിച്ചു നോക്കി. എന്നാൽ വെള്ളം കോരിയ സേവകർക്ക് അതിന്റെ രഹസ്യം അറിയാമായിരുന്നു. വിരുന്നുവാഴി വരനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഇങ്ങനെ യേശു തന്റെ ആദ്യ അടയാളം ഗലീലയിലെ കാനായിൽ പ്രവർത്തിച്ചു. തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ കുറവുകളും വിഷമങ്ങളും ഉണ്ടായാലും വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമെന്നതാണ്. ഈ അത്ഭുതത്തിന്റെ വചനഭാഗം വായിക്കുവാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ